ഞാൻ സാധാരണ ഇത്രയും തുറന്ന് സംസാരിക്കാറില്ല. എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ താങ്കൾ അതിമനോഹരമായ ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാം പുറത്തെടുത്തു. താങ്കൾ ഇമോഷണൽ ആകുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി. പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചെല്ലുമ്പോൾ മരുന്ന് കിട്ടുന്നില്ല. നികുതി പിരിവിൽ ദയനീയമായ പരാജയം. അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി വളർന്നു വരുന്നു എന്നുള്ളൊരു അപകടം വല്ലാതെ മണക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. ഏതിനാണെന്നറിയാം? ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം. ഇൻഎഫിഷ്യൻസിയാണ്, കഴിവില്ലായ്മയാണ്, ശ്രദ്ധയില്ലായ്മയാണ്. സ്റ്റേറ്റ് കടക്കണിയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് സൊല്യൂഷൻ? ഒരു വീടിന്റെ പ്രയോറിറ്റി നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അതുപോലെ ഒരു നാടിന് പ്രയോറിറ്റി ഇല്ല. വ്യക്തമായ പ്ലാനുകൾ ഉണ്ട് എങ്കിൽ അതിൽ കുറച്ചെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ. അവർ ഫെയിൽ ചെയ്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ട്. കേരളത്തിന് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കണം. കേരളത്തിന്റെ ചീത്തപ്പേര് മാറ്റിയെടുക്കണം. ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല. ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാകണം, പ്ലാൻ ഉണ്ടാകണം, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം, അതിന് ഐഡിയാസ് ഉണ്ടാകണം, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, സിസ്റ്റം ഉണ്ടാകണം. 2026 ഇലക്ഷൻ ആര് വിജയിക്കും?